പ്രപഞ്ചം അന്ധകാരത്തിൽ ആഴുമ്പോൾ നാം വീണ്ടും അവതാരമെടുക്കും. അന്ന് കലിയുടെ പ്രഭാവം ആ പിറവിയെപ്പോലും തടയാൻ ശക്തിയുള്ളതായിരിക്കും. അന്ന് നീ നമുക്ക് രക്ഷകനാകും. സോ ഹേ എവരിവൺ, ഐ ആം എ ഹ്യൂമൻ. അപ്പോൾ കൽക്കി ഗോഡ് ഇതിനൊക്കെ പറ്റിയാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയാൻ നേരത്ത് ഗോഡിൻ്റെ 4th സിംഗിൾ വന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് മട്ട. സോ മട്ട ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇത്രയും നാൾ ഇറങ്ങിയിട്ട് എനിക്ക് ഗോട്ടിൻ്റെ സിംഗിൾസിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ട സോങ് ആണ്. ആസ് മൈ തോട്ട്സ് ഇതിലും യുവാൻ പണി വയ്ക്കുമെന്നാണ് വിചാരിച്ചത്, ബട്ട് അല്ല. ഓക്കെ, ഇറ്റ്സ് നൈസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായതുപോലെ തന്നെ അപ്പം വിജയുടെ പാട്ടല്ല, മോഹൻ വിജയുടെ പാട്ടാണ് മട്ട. ആൻഡ് ഈ സോങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തലപതി വിജയുടെ ലിയോയിൽ കാണിച്ച ടൈറ്റിൽ കാർഡ് പോലെ ഈ പാട്ടിലൊരു സാധനം പോകുന്നുണ്ട്, അതായത് കണ്ണിൻ്റെ ഒരു സാധനം. അത് ചുമ്മാ നെരിപ്പനായിട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആനിമേഷൻസ് ചുമ്മാ നൈസ് ആയിട്ടുണ്ട്. അതും ആൻഡ് പടം സെപ്റ്റംബർ 5 റിലീസ് ചെയ്യാൻ പോവാണ്. ഇനി റിലീസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ റെക്കോർഡ് റിലീസാണ് പോലെ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ റിലീസിനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഫസ്റ്റ് ഡേ 700+ തിയേറ്റേഴ്സിലാണ് പടം ഓടാൻ പോകുന്നത്. ഏകദേശം 4000+ ഷോയാണ് ഫസ്റ്റ് ഡേ പടം ഓടിക്കാൻ പോകുന്നത്. ആൻഡ് ബുക്കിംഗ് നാളെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. സപ്പോസ് പടം കയറി കൊളത്തി കഴിഞ്ഞാൽ പൊന്നു മോനെ നടക്കപ്പോറതേ വേറെ. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹനീഫ് അദാനിയുടെ പടമായിട്ടുള്ള മാർക്കോനെ പറ്റിയാണ്, അതായത് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ. ആൻഡ് മാർക്കോനെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, അതായത് മികായൽ മൂവിയിൽ നായകനേക്കാൾ കൂടുതൽ വില്ലൻ കയ്യടി മേടിച്ച പടം. അതുകൊണ്ട് തന്നെ വില്ലൻ ഒരു പടം ഇരിക്കട്ടെ, അതാണ് മാർക്കോ. സോ മാർക്കോ മൂവിക്ക് കൊടുത്തിരിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് ഇതുവരെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും ബ്രൂട്ടൽ ആൻഡ് വയലന്റ് ആക്ഷൻ ത്രില്ലറായിരിക്കും മാർക്കോ മൂവി. ആൻഡ് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ 100 ദിവസത്തെ ഷൂട്ടിങ്ങിൽ 60 ദിവസത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ആക്ഷൻ സീക്വൻസുകളായിരുന്നു. സോ ഇതിനൊക്കെ തന്നെ മനസ്സിലാക്കാം പടം ഏത് റേഞ്ചിലാണ് വരാൻ പോകുന്നത്. കൽക്കി, അതായത് നാഗേശന്റെ ഒരു ബ്രഹ്മാണ്ഡ പടപ്പ്. സോ ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് കൽക്കി 2 വരുന്നതിനെ പറ്റി കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ കൽക്കി 2898 ADയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള സി അശ്വിനി ദത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് റീസെന്റ് ആയിട്ട് നടന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പടത്തിന്റെ ഷൂട്ടിംഗ്, അതായത് കൽക്കി 2ന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2025 ഫെബ്രുവരി ഓർ ജനുവരിയിൽ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ പടം ഇറങ്ങാൻ, അതായത് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തീരാനായിട്ട് 3 വർഷമെങ്കിലും ടൈം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫാൻസിന് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, എത്ര വേണം ടൈം എടുത്തോ, വരുന്ന സ്റ്റഫ് അമ്മാര് സാധനമായിരുന്നാൽ മതി. എമ്പുരാനെ ചുറ്റിപ്പറ്റി കുറച്ച് ന്യൂസ് പറഞ്ഞിട്ടുണ്ടായി, അതായത് പൃഥ്വിരാജ് ലാലേട്ടൻ പടമായിട്ടുള്ള എമ്പുരാനിൽ മമ്മൂട്ടിയും കൂടി ഉണ്ടാകുമെന്ന് കുറച്ച് ന്യൂസ് ഇങ്ങനെ ചുമ്മാ സ്പ്രെഡായി നടക്കുന്നുണ്ടായി. അതിനെപ്പറ്റി ഒറ്റ കാര്യം പറയാനുള്ളൂ, അതായത് കുറച്ച് കുരുപൊട്ടിയന്മാർ ചുമ്മാ പറഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് എമ്പുരാൻ മൂവി റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് 2025 മാർച്ച് 28